ഹലോ, വെൽക്കം ടു ഫാം ഹൗസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വടക്കൂട്ടുകറിയാണ്. ട്രിവാൻഡ്രം സദ്യയിൽ കൂട്ടുകറി എന്നാൽ അത് വടക്കൂട്ടുകറിയാണ്. നമുക്ക് സദ്യ വിളമ്പുമ്പം കൂട്ടുകറിക്കൊപ്പം ഒരു വട കിട്ടുക എന്നൊരു സ്പെഷ്യൽ ഫീലാണല്ലേ. അപ്പോൾ നമുക്ക് വടക്കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാമോ? വടക്കൂട്ടുകറിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ആദ്യം വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 100 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3 മണിക്കൂർ നല്ലോണം കുതിർത്തിട്ടാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ അടുത്ത് പച്ചമുളക്, ഇഞ്ചി. ഇത് ഒരു 1/2 ടീസ്പൂൺ വീതം മതി. നമുക്കിത് അരച്ച് വരുന്ന അളവനുസരിച്ച് ഇത് എത്ര വേണമെന്നുള്ളതനുസരിച്ച് എടുക്കാൻ നോക്കാം. ഇത് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ കൂട്ടുകറിക്ക് ആവശ്യമായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് വലിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ സവാള എടുത്തിട്ടുണ്ട്. സവാളയും ഒരു സവാള എടുത്തേക്കുന്നത്, ഒരു വലിയ സവാള എടുത്തേക്കുന്നത്. അതും ഞാൻ വലിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പം ചെറിയ സവാള ആണെങ്കിൽ 2 സവാള എടുക്കുക. ഇത് ശരിക്കും ഒരു വലിയ സവാള ആയതുകൊണ്ട് ഒറ്റ സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ സാമ്പാർ മുളക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് 2 പച്ചമുളക് ഞാൻ കീറി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇനി ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, കുരുമുളക് ഞാനൊരു 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഇപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക നിങ്ങൾ. പിന്നെ മെയിനായിട്ട് എടുത്ത് തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമാണ് ഇവിടെ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനത് 2ാം പാൽ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1ാം പാല് ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ച് പിഴിഞ്ഞെടുത്തതാണ് ആദ്യത്തെ പാല്. 2ാമത്തെ പാലെന്ന് പറയുമ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വീണ്ടും ഒരിക്കൽ കൂടി നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് എണ്ണ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ആദ്യം ഉഴുന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഉഴുന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ എനിക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കേണ്ടി വന്നത്. ആദ്യം ഞാൻ അതിൻ്റെ അളവ് പറയാതിരുന്നത് എത്ര വേണ്ടി വരും എന്ന് അറിയാഞ്ഞിട്ടായിരുന്നു. പിന്നെ അടുത്ത് ഞാനിതിൽ ആദ്യം ഉപ്പ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. 1/4 ടീസ്പൂണിലും കുറവ് ഉപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, അതിനൊപ്പം ഞാനൊരു ഉള്ളി കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അപ്പം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഉള്ളിയും കൂടെ ഇടുവാണേ. പിന്നെ നമുക്കൊരു കറിവേപ്പില നല്ല ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് മുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അരിഞ്ഞിട്ടാലും മതി. കറിവേപ്പിലയും കൂടി ഇടാം. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് വടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇടണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാരാണെങ്കിൽ വെറും ഉപ്പും കുരുമുളകും മാത്രമായിട്ട് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. വെറും ഉപ്പ് മാത്രമായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇപ്പം വട കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. നമ്മൾ നോർമൽ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാം മിക്സ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. നമ്മൾ കോക്കനട്ട് ഓയിലാണ് വട ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അതാണ് ടേസ്റ്റ്. വേറെ ഏത് ഓയിലിനേക്കാളും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കുഞ്ഞു ബോൾസായിട്ട് കൈ കൊണ്ട് തന്നെ എടുത്തിടാം. വടയുടെ ഷേപ്പിലല്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇടുക ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിങ്ങനെ വെച്ചേക്കണം. ചെറിയ ബോൾസായിട്ട് ഇട്ടാൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ആദ്യം അതിനകത്തേക്ക് വട നുള്ളി ഇടുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ തീ എന്ന് പറയുന്ന സിമ്മിലോട്ടാക്കി വെച്ചിട്ടാണ് ബാക്കി നമ്മൾ അതിന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നുള്ളി ഇടുമ്പോഴേക്ക് ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ വെള്ളം വെച്ചേക്കുന്നത്. അപ്പോൾ കയ്യിലങ്ങനെ ഒട്ടിപ്പിടിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളം വീണ്ടും ആക്കിയിട്ട് നമ്മൾ വീണ്ടും നുള്ളി ഇട്ടാൽ മതി. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം.
വട ഉണ്ടാക്കിയ സെയിം കടായി തന്നെയാണ് നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനകത്ത് ബാക്കി എണ്ണ എല്ലാം ഒഴിച്ച് കളഞ്ഞിട്ട് ഒരു ടീസ്പൂൺ എണ്ണ അതിനകത്ത് ബാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം അങ്ങ് വഴണ്ട് വരണ്ട, അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന പച്ചമുളക് 2 ആഡ് ചെയ്യുവാണ്. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മസാല എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി ആഡ് ചെയ്യുവാണ്. മുളക് പൊടി ഞാനിത് 1/2 ടീസ്പൂണേ ഉള്ളൂ, 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഞാൻ കറക്റ്റ് 1 ടീസ്പൂണാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുവാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. ഇതിനൊപ്പം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യുക. ഇത് നമുക്കൊന്ന് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മസാലയുടെ പച്ചമണം മാറിയിട്ടൊരു ചെറിയ മണം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടെ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഞാനിതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, എല്ലായിടത്തും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2ാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 ഗ്ലാസ്സാണ് നമ്മൾ ഈ 2ാം പാൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാതെ ഇട്ടേക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് നല്ലോണം വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നൊന്ന് ഇളക്കി നോക്കണം. ഞാനിതിപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലെയിം നല്ലോണം ലോ ആക്കിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊടുക്കണം. പയ്യെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് കുറച്ച് നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഉടഞ്ഞു വരണം എന്നില്ല, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. നമുക്കിനി ഈ തേങ്ങാപ്പാൽ മൊത്തം ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നമ്മുടെ കൂട്ടുകറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1ാം പാലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1ാം പാൽ ആഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നമ്മൾ സാധാരണ എത്രയാണോ നമുക്ക് ഉപ്പ് വേണ്ടത് അതിനേക്കാൾ ഉപ്പ് കൂടുതലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. കാരണം ഇനി ഇതിൽ 1ാം പാൽ ആഡ് ചെയ്ത് വടയെല്ലാം ഇട്ട് വരും, ആ ഉപ്പ് കറക്റ്റായിട്ട് വരും. നമുക്കപ്പോൾ ഇതിലേക്ക് ഇനി 1ാം പാലൊന്ന് ആഡ് ചെയ്യാം. ഈ 1ാം പാലിന് ഉപ്പ് തന്നെ ഞാനിപ്പോൾ തന്നെ ഇതിൽ മസാല ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നത് 1/2 ടീസ്പൂൺ മസാലയാണെങ്കിലും ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് 3/4 ടീസ്പൂൺ മസാലയാണ്. കാരണം നമുക്ക് സാധാരണ കൂട്ടുകറി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പം മസാലയുടെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ ഫ്ലേവറുമാണ് നമുക്ക് നാവിലേക്ക് ആദ്യം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി നമ്മളിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ, മല്ലിപ്പൊടിയാണ് കൂടി നിൽക്കുന്നത്. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനി അധികം തിളയ്ക്കണ്ട, നമുക്കിതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ വടയും കൂടി അങ്ങ് ഇടുവാണേ.
ഇത്രയും ഗ്രേവി വേണം വട ഇടുമ്പോഴേക്കും, എന്നാലും ഈ വടയും കൂടെ മിക്സായിട്ട് അത് ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചേക്കണം. അടച്ച് വെക്കുമ്പോൾ ഇതെല്ലാം കൂടി യോജിച്ച് തിക്കായിട്ട് വരത്തുള്ളൂ. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഞാനിപ്പോൾ കടുക് താളിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വെച്ചേക്കുവാണ്. ഇതിലേക്ക് ഞാൻ കടുക് ഒരു 1/4 ടീസ്പൂൺ ഇടുവാണ്. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യണം. എൻ്റെ ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഞാൻ ജസ്റ്റ് കരിവേപ്പില മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഞാൻ കരിവേപ്പില കൂടെ ആഡ് ചെയ്യും. നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഞാനിത് ഒഴിക്കുവാണ്. അതിൻ്റെ കൂട്ടുകറി എല്ലാം കൂടെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോഴേക്കും മണം അതിന് നല്ലോണം പറ്റിയിരിക്കും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വടക്കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സദ്യക്കൊപ്പം ഉള്ള കൂട്ടുകറി ആണെങ്കിലും ദോശ, ഇടിയപ്പം, ചപ്പാത്തി, പൂരി അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മിക്ക ഡിഷിനൊപ്പം ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.